10,000-ൻ്റെയും 5,000-ൻ്റെയൊക്കെ നോട്ടുകൾക്ക് ശേഷം ഇന്ത്യയിൽ പിന്നെ വന്ന ഏറ്റവും വലിയ ഡിനോമിനേഷനാണ് ഈ 2,000 രൂപയുടെ നോട്ട്. 20ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 2000-ന് ശേഷമുള്ളതിൽ ഏറ്റവും വലിയ ഡിനോമിനേഷനാണിത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ഇമ്പാക്റ്റ്ഫുൾ ഫിനാൻഷ്യൽ ഡിസിഷൻസിൻ്റെ ഭാഗമാകാൻ പറ്റിയ ഒരു നോട്ട് കൂടിയാണ്. ഈ കാലത്തുള്ള എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിരിക്കും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ 2016 ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ 2016 ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എക്കണോമിക് ഡിസിഷൻസിൽ ഒന്നായി. അതായത് ഒരു ഫൈൻ ഡേ ഓഫ് 8th November 2016 8 PM, അതായത് 8 മണി രാത്രിക്ക് പ്രൈം മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്യുകയാണ്. അന്ന് രാത്രി 12 മണിക്ക്, അതായത് 9 November 2016 മോർണിംഗ് 12 o'clock ടോട്ടൽ ഇന്ത്യയുടെ കറൻസിയിൽ 86% സർക്കുലേഷൻസിലുള്ള 500 rupees നോട്ട്സും 1000 rupees ബാങ്ക് നോട്ട്സും വിഡ്രോ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറഞ്ഞിരുന്നത് അൺഅക്കൗണ്ടഡ് വെൽത്ത്, അതായത് ബ്ലാക്ക് മണി കുറയ്ക്കാനും കൗണ്ടർ ഫീറ്റ് കറൻസി റെഡ്യൂസ് ചെയ്യാനും കൂടുതൽ ആൾക്കാരെ ടാക്സ് പേയിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് എൻകറേജ് ചെയ്യാനും ടെറർ ഫിനാൻസിങ് കുറയ്ക്കാനും. അപ്പോൾ ഇതൊരു ഡയറിങ് ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിലേക്ക് തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ ഇങ്ങനെയൊരു അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് സഡൻ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻ. ബാങ്കിങ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത റൂറൽ പോപ്പുലേഷൻ നല്ല രീതിയിൽ സഫർ ചെയ്തു, ബിസിനസ്സസ് സഫർ ചെയ്തു, പിന്നെ ഡെയിലി വേജസിൽ വരുന്ന ആൾക്കാർ സഫർ ചെയ്തു. അവൈലബിൾ ആയിട്ടുള്ള ബാങ്കിൻ്റെ മുമ്പിലൊക്കെ വലിയ ക്യൂസ് ഫോം ചെയ്തു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഫക്റ്റ് ആയി, GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻ ചെയ്തു. അത് ഒരു ഇക്കണോമിക് സ്ലോ ഡൗണിലേക്ക് കൊണ്ടുപോയി. ഒരു 1.5 മില്യൺ ജോബ്സ് വരെയും നഷ്ടപ്പെട്ടു എന്നാണ് നെറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. എന്നിരുന്നാലും ഇത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു എന്നും പറയുന്നു. സപ്പോർട്ടേഴ്സ് ഇതിന് ഒരുപാട് പുകഴ്ത്തി, പക്ഷേ ക്രിറ്റിക്സ് ഇതൊരു അനാവശ്യമായിട്ടുള്ള ഡിസിഷനാണെന്ന് പറഞ്ഞു. കാരണം 99.3% ഓഫ് ഡിമോണിറ്റൈസ്ഡ് കറൻസീസ് ബാങ്കിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ November 8, 2016 1000 രൂപ നോട്ടിന് പകരമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയേക്കുന്ന നോട്ടാണ് 2000 രൂപയുടെ നോട്ട്. അപ്പോൾ മറ്റുള്ള നോട്ടും പോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പോർട്രേറ്റ് ആയിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് സൈഡിലാണെങ്കിൽ ഇന്ത്യൻ മാർസ് ഓർബിറ്റർ മിഷനായ മംഗളയാൻ്റെ ഫോട്ടോസ് ആയിരുന്നു. പിന്നെ ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ 66x166 mm റെക്ടാങ്കുലർ നോട്ടായിരുന്നു, മജന്ത നോട്ടായിരുന്നു. അപ്പോൾ ഈ മജന്ത കളറിലുള്ള നോട്ടിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ ഒന്നായിരുന്നു കളർ ചേഞ്ചിങ് ഇങ്കും മൈക്രോ ലെറ്ററിംഗ്. പിന്നീട് May 19, 2023 RBI അനൗൺസ് ചെയ്തു ഈ 2000 രൂപ നോട്ടും നമ്മൾ സർക്കുലേഷനിൽ നിന്ന് പിൻവലിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഹയസ്റ്റ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത് 500 rupees ആണ്. 1000-ഉം പോയി 2000-ഉം പോയി. ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് ലിമിറ്റഡ് യൂസേജ് ആണ്. കാരണം 2000 രൂപ നോട്ട് മാറി കിട്ടാൻ ഭയങ്കര പാടായി. പിന്നെ ഡിനോമിനേഷൻ ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഇല്ലീഗൽ ക്യാഷ് സ്റ്റോറേജ് കുറച്ചും കൂടെ എളുപ്പമായി. പിന്നെ ക്ലീൻ നോട്ട് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ തന്നെ എൻഡായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഇത്രയും കോളിലൊക്കെ ഉണ്ടാക്കിയ നോട്ടിൻ്റെ ഒരു 3 കൂടി എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.